അങ്ങനെ തലയിലെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ വൃക്ഷത്തിൻ്റെ അടുത്തെത്തിയിട്ടും നിൽക്കാണ്ട് ഈ പ്രലംബൻ ഓടുകയാണ്. ഇവനെ ബലരാമനെങ്കിലും കൊല്ലാൻ കിട്ടിയായല്ലോ വെച്ചിട്ട് ബലരാമനെ കൊണ്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ ബലരാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കനം വർദ്ധിപ്പിച്ചു ബലരാമൻ. ഇവൻ കൊണ്ട് ഓടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ബലരാമൻ കനം വർദ്ധിപ്പിച്ചപ്പോൾ ഇവൻ ഓടാൻ പറ്റണ്ടേയി. പതുക്കെയായി നടത്തം പതുക്കെയപ്പോൾ ഇവൻ്റെ വേഷം ഗോപക്കുട്ടിയുടെ വേഷം മാറ്റിയിട്ട് അസുരൻ്റെ വേഷത്തിലായി ഇവൻ. അസുരൻ്റെ വേഷമായപ്പോൾ ഇവന് വലിയ ആളല്ലേ, ആ ഉയരം മുകളിൽ നിന്നുകൊണ്ട് കൃഷ്ണനെ കണ്ടു ബലരാമൻ. അതിൻ്റെ മുകളിൽ നിന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഇടിച്ചോളാൻ. അപ്പോൾ ബലരാമൻ കൈ കൊണ്ടൊരു ഇടിക്കെടുത്തപ്പോൾ അവൻ ചത്തു. പ്രലംബൻ ചത്തു വീണപ്പോൾ ബലരാമൻ ഓടി വന്നു കൃഷ്ണനെ. ആ ബലരാമനും കൃഷ്ണനും കൂടി ഒരു ആലിംഗനം. ആ ആലിംഗന സമയത്ത് പുഷ്പവൃഷ്ടി ഉണ്ടായി. രണ്ടാളുടെയും കൂടി തലയിൽ ഒന്നിച്ച് പുഷ്പവൃഷ്ടി എന്നാണ് അതിൽ പറയും. വേറൊരു സമയത്ത് ഒരു തവണ ഇങ്ങനെ പുഷ്പവൃഷ്ടി ഉണ്ടായ സമയത്ത് ഈ ധേനുകാസിനെ സമയത്ത് അതുകൊണ്ട് പുഷ്പവൃഷ്ടി ഉണ്ടായ സമയത്ത് ഈ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നല്ല നല്ല പൂക്കൾ നിൻ്റെ തലയിൽ വന്ന് വീഴുന്ന ചോദിക്കുന്ന കൃഷ്ണനോട്. അപ്പോൾ പറയും അതോ ഈ അസുരനെ വലിച്ചെറിഞ്ഞപ്പോൾ മരത്തുമ്മൽ തട്ടിയില്ലേ, മരത്തും വന്ന് പൂക്കൾ മുകളിലോട്ട് പോകും, എന്നിട്ട് പതുക്കെ എൻ്റെ തലയിൽ വന്ന് വീഴുക എന്ന് പറഞ്ഞു കൊടുക്കും കുട്ടികളോട്. അങ്ങനെ ഇതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പ്രലംബാസുരനെ കൊല്ലും. പ്രലംബാസുരനെ കൊന്നിട്ട് പിന്നെ അവിടെ ഒരു ഋതുവർണ്ണനയൊക്കെയാണ്. അതൊക്കെ കുറേ വർണ്ണിക്കാൻ പ്രയാസമായിട്ടുള്ളതാണ്. വർഷത്തെ ഋതു പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ഉപമ പറഞ്ഞിട്ട് വർണ്ണിക്കുന്നതൊക്കെയാണ്.